ക്രൂശിത രക്ഷക വിമോചന. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ശ്രദ്ധിക്കണേ, നമ്മുടെ ശരീരങ്ങൾക്ക് പാപത്താൽ ബലഹീനമാക്കപ്പെട്ട ശരീരത്തിൽ വന്നുപോയ പാപങ്ങളുടെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ ദുഃഖങ്ങൾ അവൻ ചുമന്നുകൊണ്ട്, നമ്മുടെ വേദനകൾ, നമ്മുടെ മുറിവുകൾ അവൻ വഹിച്ചുകൊണ്ട്, വചനം പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ഈ ശിക്ഷയുണ്ടല്ലോ, അതെന്ത് സംഭവിച്ചു? നമുക്ക് രക്ഷയായിട്ട് മാറി. നമ്മൾ നോക്കിയപ്പോ അയ്യോ, പിതാവായ ദൈവം അവനെ ദണ്ഡിപ്പിച്ചെന്ന് മുറിപ്പെടുത്തി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവൻ വഹിച്ചു മാറ്റിയ നമ്മുടെ ശിക്ഷയാണ്. അവന്റെ മേലുള്ള ശിക്ഷയാണ് നമുക്ക് രക്ഷയായിട്ട് മാറിയത്. അവൻ ശരീരത്തിൽ ഏറ്റെടുത്ത സഹനമാണ് നമുക്ക് സൗഖ്യമായിട്ട് മാറിയത്. നമ്മുടെ നാശത്തിനും നമ്മുടെ നരകത്തിനും ഈ ശരീരം കാരണമാകുന്നത് പോലെ തന്നെ നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ സ്വർഗത്തിന്റെ കാരണവും ഈ ശരീരം തന്നെയായിട്ട് മാറാം. അപ്പൊ പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിക്കുമ്പോ അവിടെ രക്ഷയുടെ അനുഭവം ഉണ്ടാകുക. അവന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന, ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിൽ ബോധപൂർവം സ്വമനസ സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോ പാപത്തിന്റെ ശിക്ഷയുടെ പരിഹാരമായിട്ട് മാറുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കുടുംബാംഗങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ പാപത്തിന്റെ കെട്ടുകൾ കിടക്കുമ്പോൾ എളുപ്പവഴി എന്നാണെന്നറിയാം, നമ്മൾ അല്പം ശരീരത്തിൽ സഹിച്ചിട്ട് കുടുംബാംഗങ്ങളുടെ നമ്മുടെ തന്നെ പാപത്തിന്റെ കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ശരീരത്തിൽ ശിക്ഷ വിധിച്ചിട്ട്, പക്ഷെ അത് രക്ഷയായിട്ട് മാറും, അത് വിടുതലായിട്ട് സൗഖ്യമായിട്ട് മാറും. ശരീരത്തിൽ സഹിക്കാൻ നമ്മളെ തന്നെ അനുവദിക്കും. ശരീരത്തെ പട്ടിണിക്കിടുകയും ശരീരത്തിൽ ബോധപൂർവം ദൈവസ്നേഹത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തോ പ്രലോഭകന് നമ്മളെ പ്രലോഭിപ്പിക്കാൻ പറ്റുള്ളൂ, നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. നമ്മൾ പ്രലോഭനം വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? എന്ത് പ്രലോഭനമാട്ടെ, സഹനത്തിൻ്റെയോ ജഡത്തിൻ്റെയോ ലോകത്തിൻ്റെയോ എന്ത് പ്രലോഭനം വരുമ്പോൾ നമ്മളപ്പോൾ തന്നെ കർത്താവിങ്കിലേക്ക് ഓടിക്കൊള്ളണം. പ്രലോഭനം അതിശക്തമാണെങ്കിൽ അവിടെ മുട്ടുകുത്തിക്കൊള്ളണം. ഈ മുട്ടുകുത്താൻ പറ്റിയില്ലേ കൈയെങ്കിലും പിരിച്ചു പിടിച്ചോളണം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇരുന്നാ വേദന ഉണ്ടാവും, എങ്ങനെ നിന്നാ വേദന ഉണ്ടാവും, എങ്ങനെ ശരീരത്തിൽ ഒരു വേദന എടുക്കാം. അങ്ങനെ ശരീരത്തിൽ സഹനം എടുക്കുമ്പോ അത് രക്ഷയായിട്ട് മാറുകയാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് അയ്യാതിന് സഹനമുണ്ട്, വേദനയുണ്ട്, ഇനിയിപ്പോ വേറെ എടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ വേറെ എടുക്കണ്ട. നമുക്ക് കിട്ടിയ സഹനം ഉണ്ടല്ലോ, നമ്മൾ അനുഭവിക്കുന്ന സഹനം ഉണ്ടല്ലോ. ഈ കുരിശിനെ, ഈ സഹനത്തെ വിശുദ്ധീകരിച്ചാ മതി. ഹല്ലേലൂയ. ഈ സഹനത്തെ രക്ഷയാക്കി മാറ്റിയാ മതി, ഈ സഹനത്തെ സൗഖ്യമാക്കി മാറ്റിയാ മതി, ഈ സഹനത്തെ കർത്താവ് നമുക്കായി വാഗ്ദാനം ചെയ്ത രക്ഷയുടെ അനുഭവത്തിലേക്ക് മാറ്റിയാ മതി, ചാനലൈസ് ചെയ്താൽ മതി. വേറെ സഹനം തേടി പോകേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ ശരീരത്തിൽ ഇപ്പൊ സഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ രക്ഷാകരമാക്കി മാറ്റിയാൽ മതി. ഈ സഹനം നമ്മൾ പറയില്ലേ, അൽഫോൻസാമയൊക്കെ ചെയ്ത് തന്നെ സഹനത്തെ, നമ്മൾ പറയുന്ന അൽഫോൻസാമ സഹനത്തെ കാഴ്ച വെച്ചു, പ്രാർത്ഥിച്ചു. അപ്പോ സഹനം രക്ഷാകരമാണ്. അതെന്താ? നമ്മുടെ ഈ ശരീരത്തിന്റെ ബലഹീനമാക്കപ്പെട്ട നിയമങ്ങളെ തിരുത്തി എഴുതിയത് യേശുക്രിസ്തു സ്വന്തം ശരീരത്തില് പാപത്തിന് ശിക്ഷ വിധിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ മൂലമൊക്കെ ഇന്ന് വരെ പാപം മൂലം വന്നിട്ടുള്ള ശിക്ഷയുടെ അനുഭവമൊക്കെ അഴിച്ചു മാറ്റാനുള്ള എളുപ്പ വഴി എന്നാണെന്നറിയാമോ? അവർക്ക് വേണ്ടി നമ്മൾ അല്പം സഹനം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹനത്തെ രക്ഷാകരമാക്കി മാറ്റുക. നമ്മൾ പുറമേ നിന്നൊന്നും അന്വേഷിക്കാൻ പോകണ്ട. നിങ്ങൾ ഇനി മിറ്റിലും ഇട്ട് മുട്ടുകുത്തി നിൽക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കല്ലാതെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ സഹനം ഉണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അതുപോലെ പാപത്തിന്റെ സ്വാധീനം കടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തോ, നിങ്ങളും എടുത്തോ, കുടുംബാംഗങ്ങളൊക്കെ എടുത്തോ, ഉപവാസം എടുത്തോ, പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തോ, കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചോ, മുട്ടുകുത്തിക്കോ, കൈവിരിച്ചോ, മിറ്റിൽ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിച്ചോ. ശരീരത്തെ സഹനത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, ഈ ശരീരം പാപത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അത് ശിക്ഷയായി മാറുന്നത് പോലെ ഈ ശരീരം സഹനത്തിന് ദൈവസ്നേഹത്തെ പ്രതി അനുവദിക്കുമ്പോൾ അത് രക്ഷയുടെ കാരണത്തിലേക്ക് ഈ പരിഹാരത്തിന്റെ അരൂപിയുള്ളിടത്ത് പ്രവർത്തനം നടക്കും. കർത്താവ് നമ്മോടുകൂടെ. ഈ സാന്നിധ്യത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ ലോകത്തിൽ മറ്റേത് സാന്നിധ്യത്തിന് നമ്മൾ അനുഗ്രഹിക്കാൻ പറ്റും? ഈ സാന്നിധ്യത്തിന് നമ്മളെ വിശുദ്ധീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലോകത്തിൽ മറ്റാരുടെ സാന്നിധ്യം നിന്നെ വിശുദ്ധീകരിക്കും?
ഈ സാന്നിധ്യത്തിന് നിന്നെ വീണ്ടെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നെ വീണ്ടെടുക്കാൻ മറ്റാരാ ഉള്ളത്? ഇതാ നിന്നെ സ്വന്തമാക്കിയ കർത്താവ് ഈ അൾത്താരയിലുണ്ട്. നിനക്ക് സ്വന്തമെന്ന് വിളിക്കാൻ ഒരുവൻ ഈ അൾത്താരയിലുണ്ട്. ആരെല്ലാം നിന്നെ തള്ളി മാറ്റിയാലും, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും, ആർക്കെല്ലാം നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും, നിന്നെ കരുതലോടെ നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഇതായി അൾത്താരയിൽ. ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹം നിറയട്ടെ. ആ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വലിയ സ്നേഹത്തോടെ തമ്പുരാന്റെ സാന്നിധ്യം അനുഭവിക്കാം. നമ്മൾ കർത്താവിൻ്റെ സ്വന്തമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അത് ജീവിതത്തിലും മരണത്തിലൊക്കെ അവനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ. ഈ വിശുദ്ധ ജീവിതത്തിനായി ഇതാ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ മനസ്സും നമ്മുടെ മനോഭാവങ്ങളും വിശുദ്ധീകരിക്കപ്പെടണ്ടേ. നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടണ്ടേ. നമ്മുടെ ഹൃദയവും നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ദാഹങ്ങളും വിശുദ്ധീകരിക്കപ്പെടേണ്ടതില്ലേ. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാം ഈ സാന്നിധ്യത്തിൽ നിരന്തരമായി ജീവിതത്തെ സമർപ്പിച്ചിട്ടാ വിശുദ്ധീകരിക്കപ്പെട്ടത്. തമ്പുരാന്റെ സാന്നിധ്യം കൂടാതെ ഒരു വിശുദ്ധീകരണം നമ്മളിൽ സംഭവിക്കില്ല. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ നിമിഷമാണ് നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ച് ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തുന്ന, നമ്മുടെ ഒരു തലമുടി താഴെ വീഴുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന, നമ്മുടെ അലച്ചിലകളൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു കർത്താവിൻ്റെ സാന്നിധ്യം. ഇതിനേക്കാളും സുന്ദരമായ സാന്നിധ്യവും ഇതിനേക്കാളും സുന്ദരമായ നിമിഷങ്ങളും ഈ ലോകത്തിൽ വേറെ എവിടെ നമുക്ക് കിട്ടും? തമ്പുരാനെ, ഈ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ സാന്നിധ്യത്തിൽ നമ്മുടെ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിശുദ്ധ ജീവിതത്തിനായി നമ്മളെ സമ്മതിക്കാത്ത ഏതെങ്കിലും മനോഭാവങ്ങളോ ഏതെങ്കിലും ജീവിത വ്യാപാരങ്ങളോ ഏതെങ്കിലും വിശുദ്ധീകരിക്കപ്പെടേണ്ട വെട്ടിമാറ്റേണ്ട ജീവിതത്തിന്റെ മേഖലകളോ ഉണ്ടെങ്കിൽ ഒന്ന് കർത്താവിന് കൊടുത്തേ. തമ്പുരാനോട് പറഞ്ഞ, തമ്പുരാനെ, നിന്റെ ഈ പരിശുദ്ധ സ്നേഹ സാന്നിധ്യം എന്നെ വിശുദ്ധീകരിക്കട്ടെ. എൻ്റെ കരങ്ങൾ വിശുദ്ധമല്ല, എൻ്റെ കാതുകൾ വിശുദ്ധമല്ല, എൻ്റെ കണ്ണുകളും എൻ്റെ അധരങ്ങളും എൻ്റെ ഇന്ദ്രിയങ്ങളും എൻ്റെ ഹൃദയമൊന്നും വിശുദ്ധമല്ല. തമ്പുരാനെ, പരിശുദ്ധനായവനെ അനുഭവിക്കാൻ വചനം പറയുന്നത് അവൻ്റെ പരിശുദ്ധിയിലേക്ക് വളരുക എന്നാണല്ലോ. തമ്പുരാനെ, നിന്നെ അറിയാൻ, നിന്നെ അനുഭവിക്കാൻ, നിന്റെ സ്നേഹത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ വേദനകളും സങ്കടങ്ങളും നിയോഗങ്ങളും ഈ തമ്പുരാന്റെ സന്നദ്ധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം ഈ നിമിഷം സ്വീകരിക്കുക. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,